അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചവടക്കാരനാണ്, തുണി വ്യാപാരിയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പയും തുണി വ്യാപാരിയാണ്. പുതപ്പ് കച്ചവടക്കാരൻ എന്നാണ് ചരിത്രത്തിൽ ഉണ്ടാവുക. പുതപ്പ് കച്ചവടക്കാരൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷയിൽ പറയുമ്പോൾ ടെക്സ്റ്റൈൽസ് ആണ് എന്നാണ് അതിൻ്റെ അർത്ഥം. പഴയ കാലത്ത് ഇടുക്കലും പുതപ്പാണ്, പുതക്കലും പുതപ്പാണ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട വസ്ത്രം പുതപ്പായതുകൊണ്ട് പുതപ്പ് വ്യാപാരം എന്ന് പറഞ്ഞതാണ്. ടെക്സ്റ്റൈൽസ് ആണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പാക്ക് ജ്വല്ലറിയാണ്. മൂപ്പർക്ക് ടെക്സ്റ്റൈൽസും വാപ്പാക്ക് ജ്വല്ലറിയും. ജ്വല്ലറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കമ്മല്, വള, കൈച്ചെയിന് അങ്ങനത്തതല്ല. സ്വർണത്തിൻ്റെ പടച്ചോൻ, വെള്ളിൻ്റെ പടച്ചോൻ, പഞ്ചലോഹ പടച്ചോന്മാർ, അതാണ് വാപ്പാൻ്റെ കച്ചവടം. വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ആൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കച്ചവടത്തിന് പോയി. കച്ചവടക്കാരനാണ്, കച്ചവടത്തിന് പോയി. കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് ഒരു സ്വപ്നം കണ്ടു. ചന്ദ്രൻ ഉദിക്കാത്ത ഒരു ദിവസം പെട്ടെന്ന് ഒരു ചന്ദ്രൻ ഉദിച്ചു വന്നു. വലിയ ചന്ദ്രനാണ്, ആകാശത്തല്ല, കുറച്ച് താഴെയാണ്. ഉദിച്ചു വന്ന വലിയ ചന്ദ്രൻ ചെറിയ 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 കഷ്ണങ്ങളായി മാറി മക്കയിലെ എല്ലാ പ്രധാനപ്പെട്ട വീടുകളിലേക്കും ഓരോ കഷ്ണങ്ങൾ ഇങ്ങനെ പോയി. എല്ലാ തറവാട്ടുക്കും ഓരോ കഷ്ണം. കുറച്ച് കഴിഞ്ഞ് ഖദീജ ബീവി ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ, ഉറക്കത്തിലാണ്, നോക്കിയിരിക്കുമ്പോൾ ആ പോയ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നോക്കിയിരിക്കുമ്പോൾ പോയ കഷ്ണങ്ങളൊക്കെ മടങ്ങി ഇങ്ങോട്ട് തന്നെ വന്ന് പഴയതുപോലെ കൂടി വലിയൊരു ചന്ദ്രനായി മാറിയിട്ട് താഴേക്ക് ഇറങ്ങി വന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ ഇങ്ങനെ വന്നിരുന്നപ്പോൾ മൂപ്പര് അണഞ്ഞു കൂട്ടിയിട്ട് ഇങ്ങോട്ട് പിടിച്ചിട്ട് നോക്കുമ്പോൾ കാണാനില്ല. സ്വപ്നം കഴിഞ്ഞു, കിനാവ് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. നേരം പുലർന്നപ്പോൾ സാധാരണ കാണുന്നത് പോലത്തെ കിനാവല്ലല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് കച്ചവടത്തിന് പോയ സ്ഥലത്ത് പൂർവകാല വേദങ്ങൾ പഠിച്ച ഒരു പണ്ഡിതനുണ്ടായിരുന്നു. അയാളെടുത്ത് എന്നിട്ട് ചോദിച്ചു, ഞാൻ ഇന്നലെ ഒരു കിനാവ് കണ്ടിട്ടുണ്ട്, അതിൻ്റെ തഅബീർ, വിശദീകരണം എന്താണ് എന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, ഈ സ്വപ്നത്തിൻ്റെ തഅബീർ എന്ന വിശദീകരണം അവസാന പ്രവാചകൻ വരാൻ സമയമായിട്ടുണ്ടെന്നും നിങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് വിശ്വസിക്കും എന്നുമാണ് ഈ സ്വപ്നത്തിൻ്റെ തഅബീർ. കച്ചവടം കഴിഞ്ഞ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മടങ്ങി വന്നു. മടങ്ങി വരുമ്പോൾ കൊണ്ടുവന്ന സാധനങ്ങൾ ഇങ്ങനെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലാനത്തുല്ലാഹി അലൈഹി ആയ അബൂജഹൽ ചെന്നിട്ട് മെല്ലെ ബാക്കിൽ നിന്ന് ഇങ്ങനെ തോണ്ടിയിട്ട് ചോദിച്ചു, അബൂബക്കറെ, നാട്ടിലെ വല്ല വിവരം അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അബൂബക്കർ എന്നല്ല, അന്നത്തെ പേര് അബ്ദുൽ കഅബ എന്നാണ് കേട്ടോ. നമുക്ക് പറയാൻ പറ്റിയ പേര് അബൂബക്കർ എന്നായതുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളൂ. അബൂബക്കറെ, നാട്ടിലെ വല്ല വിവരം എൻ്റെ അടുത്തുണ്ടോ എന്ന് ചോദിച്ചു. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല, പ്രത്യേകിച്ച് വിവരമൊന്നുമില്ല പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിന്റെ കൂട്ടുകാരനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വേഗം വീട്ടിൽ പോയി ഒന്ന് കുളിച്ച് തുണിങ്കൊപ്പായൊക്കെ മാറ്റിയിട്ട് ഇലാ ഹദ്റത്തി ഹബീബിനാ റസൂലുള്ളാഹി സല്ലല്ലാഹു മുസ്തഫായ നബി തങ്ങളുടെ ഹദ്റത്തിൽ ചെന്ന് ചോദിച്ചു, മുഹമ്മദേ, ഞാൻ കേട്ടത് ശരിയാണോ? നബി തങ്ങൾ പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു എന്നെ നബിയായി നിയോഗിച്ചിട്ടുണ്ട്, എനിക്ക് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റഅ വറബ്ബുക്കൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം എന്നോതി കൊടുത്തപ്പോൾ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. ഇസ്ലാം സ്വീകരിച്ചു മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രസംഗം നടത്തിയ ആള് അബൂബക്കർ സിദ്ദീഖാണ്. ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഈ ഉമ്മത്തിലെ സ്ത്രീകളിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയ ആൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. വാപ്പാൻ്റെതാണ് മോള്, വാപ്പാൻ്റെ ഗുണം ഉണ്ടാവുമല്ലോ മോൾക്ക്. തന്നെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രസംഗിച്ചത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയാണ്. പുരുഷന്മാരെ കൂട്ടത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയത്
മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബറാണ് റളിയല്ലാഹു. ഒരിക്കൽ നബിനോട് ചോദിച്ചു, നബിയെ ഞാൻ കഅബൻ്റെ അടുത്ത് നിന്ന് പ്രസംഗിക്കട്ടെ ചോദിച്ചു. അന്ന് പ്രസംഗിക്കാൻ പറ്റിയ കാലമൊന്നും ആയിട്ടില്ല. നബി തങ്ങൾ സമ്മതിച്ചില്ല. സിദ്ദീഖ് റളിയല്ലാഹുവിന് വാശി പിടിച്ചു, എനിക്ക് എന്തായാലും പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. അവസാനം മൗനം സമ്മതാക്കിയിട്ട് മൂപ്പര് പോയിട്ട് പ്രസംഗിച്ചു. പ്രസംഗം ഇങ്ങനെ തുടങ്ങി ചൂടായി ഇങ്ങോട്ട് ഉഷാറായി ഇങ്ങോട്ട് വന്നപ്പോൾ ഏറിട്ടി, ചെരിപ്പോണ്ട് ഏറിട്ടി. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന് ബോധം കെട്ട് വീണു, അടിയിട്ടിട്ട് ഏറും കുത്തും കിട്ടിയിട്ട് അമ്മാതിരി അടി കഅബൻ്റെ അടുത്തുനിന്ന്. ഏറ് കിട്ടി ബോധരഹിതനായി വീണപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ കുടുംബക്കാർ ഓടി വന്നു. അന്ന് അങ്ങനെ ഒരു ഗുണമുണ്ട്, കുടുംബത്തെ തൊട്ടാൽ വിവരം അറിയും. അങ്ങനെ ഉണ്ടായിരുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിന്റെ കുടുംബക്കാർ മുസ്ലിങ്ങളൊന്നല്ല, ഓല് ഓടി വന്നു. നമ്മളെ തൊടാൻ മാത്രം ആയോ എന്ന് ചോദിച്ചിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹുവിനെ താങ്ങിയെടുത്തിട്ട് ഉമ്മാൻ്റെ അടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കടത്തിയിട്ട് നോക്കുമ്പോൾ മുണ്ടിണില്ല, മൂപ്പര് ബോധം വരുന്നില്ല. മരിക്കുമെന്ന് തോന്നി. മരിക്കുമെന്ന് തോന്നിയപ്പോൾ കുടുംബക്കാർ കഅബൻ്റെ അടുത്ത് വന്ന് പ്രഖ്യാപിച്ചു, ഈ അസുഖത്തിൽ അബൂബക്കർ മരണപ്പെട്ടാൽ അതിന് പകരമായി ഉത്തുബത്തിനെ ഞങ്ങൾ കൊല ചെയ്യുന്നതാണ് എന്ന് പ്രഖ്യാപിച്ചു. ഉത്തുബത്ത്, അബൂജാഹിൽ, ഉത്തുബത്ത്, ഷൈബത്ത് എന്നൊക്കെ പറഞ്ഞ അന്നത്തെ വലിയ വലിയ നേതാക്കളാണ്. ഉത്തുബത്തിന് പകരം കൊല്ലും എന്ന് കഅബൻ്റെ അടുത്ത് വന്ന് പ്രഖ്യാപിച്ച്, അന്ന് കൊല്ലും പറഞ്ഞാൽ കൊല്ലുന്നെ കേട്ടോ, വേറെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. പ്രഖ്യാപനം കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിന് ബോധം വന്നിട്ടുണ്ട്. അപ്പോൾ ബലക്കുടിയും കണ്ടേക്കിന് സിദ്ദീഖ് റളിയല്ലാഹു ചോദിച്ചു, മുഹമ്മദിൻ്റെ വിവരം എന്താന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അവർക്ക് ദേഷ്യം വന്നു. ഇവരാകെ താങ്ങി പിടിച്ചു കൊടുക്കുന്നത് ഇനി അത് പറയരുത് എന്ന് കരുതിയിട്ടാണ്. ബോധം വന്നേക്കിന് ആദ്യം ചോദിക്കണത് ഇതാണെന്ന് കണ്ടപ്പോൾ അമ്മാട് പറഞ്ഞു, ചെറുക്കൻ എന്തേലുമൊക്കെ തിന്നാൻ കൊടുത്താളി, ഞങ്ങൾ പോകുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഓല് പോയി. ഉമ്മ ഭക്ഷണമൊക്കെ എടുത്തിട്ട്, ഉമ്മുൽ ഫളിൽ എന്നോ ഉമ്മുൽ ഖൈർ എന്നോ ആണ് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അമ്മാൻ്റെ പേര്. ഭക്ഷണമൊക്കെ എടുത്തിട്ട് കൊടുക്കാൻ വേണ്ടി വരുമ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിന് പറഞ്ഞു, മുഹമ്മദിൻ്റെ വിവരം അറിഞ്ഞാലല്ലാതെ ഞാൻ ഭക്ഷണം കഴിക്കൂലാറ്. ഉമ്മ ചോദിച്ചു, രാത്രി എവിടുന്ന് വിവരം കിട്ടാനാണ്? മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു പറഞ്ഞു, ഖത്താബിൻ്റെ മകളായ ഫാത്തിമയുടെ അടുക്കൽ പോയാൽ വിവരം ലഭിക്കുമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹുവിൻ്റെ പെങ്ങളാണ് ഖത്താബിൻ്റെ മകൾ ഫാത്തിമ എന്ന് പറഞ്ഞത്. അവിടെ പോയാൽ വിവരം കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ രാത്രിയിൽ ഉമ്മ പ്രയാസപ്പെട്ട് മെല്ലെ പുറത്തിറങ്ങി ഖത്താബിൻ്റെ മകൾ ഫാത്തിമയുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ മോന് സുഖമില്ല, ബോധരഹിതനായി കിടക്കിയിരുന്നു, ബോധം തെളിഞ്ഞിട്ടുണ്ട്, ഭക്ഷണമൊന്നും കഴിക്കണില്ല, ഭക്ഷണം കഴിക്കണമെങ്കിൽ മുഹമ്മദിൻ്റെ വിവരം കിട്ടണമെന്നാണ് പറയണത്, അതുകൊണ്ട് എന്തേലും വല്ല വിവരം ഉണ്ടെങ്കിൽ പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ അടുത്ത് വിവരമൊന്നുമില്ല പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അമ്മ പറഞ്ഞു, വിവരം കിട്ടിയില്ലെങ്കിൽ എൻ്റെ മോൻ മരിക്കും, ഭക്ഷണം കഴിക്കൂല, അതുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ നിങ്ങളുടെ കൂടെ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു. അങ്ങനെ ഫാത്തിമ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഉമ്മാൻ്റെ കൂടെ ഇങ്ങോട്ട് വരികയാണ് സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ അടുത്തേക്ക്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു ചോദിച്ചു, മുഹമ്മദിൻ്റെ വിവരം എന്താണെന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഫാത്തിമ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിച്ചു. കണ്ണുകൊണ്ട് കാട്ടിയത് ഉമ്മ കേൾക്കുന്നുണ്ട്, ഉമ്മ മുസ്ലിമായിട്ടില്ലല്ലോ. അതിൽ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, കുഴപ്പമില്ല ഇജ്ജ് പറഞ്ഞോ, ഉമ്മ കേട്ടാലും പ്രശ്നമൊന്നുമില്ല, ധൈര്യമായിട്ട് പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അർക്കമിൻ്റെ വീട്ടിൽ മുഹമ്മദ് സുരക്ഷിതനാണെന്ന് പറഞ്ഞു. ദാറുൽ അർക്കം എന്ന് പറയുന്ന സ്ഥലത്താണ് അന്ന് നബി തങ്ങൾ താമസിക്കുന്നത്. സ്വകാര്യത്തിൽ ഒളിച്ചു താമസിക്കുന്ന കാലഘട്ടമാണ്. അർക്കമിൻ്റെ വീട്ടിൽ മുഹമ്മദ് സുരക്ഷിതനാണ് എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി മുഹമ്മദിനെ കണ്ടിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ പറഞ്ഞു. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യനാണ് ഞാനീ പറഞ്ഞത്, സിദ്ദീഖുൽ അക്ബറിനെ. ഈമാൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഈമാൻ്റെ അടിസ്ഥാനം. ഇതിപ്പോൾ സഫർ മാസമല്ലോ. സഫർ മാസമായാൽ നമ്മളൊക്കെ മദ്രസയിൽ ഉസ്താദുമാർ കുട്ടികൾക്ക് നബിദിനെ റബീഉൽ അവ്വലായി, അത് റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വൽ സഫറാകുമ്പോൾ തന്നെ തുടങ്ങും. മദ്രസയിൽ ഉസ്താദുമാർ കുട്ടികൾക്ക് നബിദിന പരിപാടിയൊക്കെ പഠിപ്പിക്കൽ തുടങ്ങും. അങ്ങനെ പഠിപ്പിക്കൽ തുടങ്ങിയാൽ അതേ സമയത്ത് തന്നെ നമ്മളെ നാട്ടിലൊക്കെ മുഹമ്മദ് സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു എന്നുള്ള പ്രസംഗം തുടങ്ങും. കേട്ടിട്ടുണ്ടാവും നിങ്ങൾ.
ഈമാൻ്റെ അടിസ്ഥാനം മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എത്രത്തോളം ഉണ്ടോ അത്രത്തോളം ഈമാൻ ഉണ്ടാവും. അത് എത്ര കുറഞ്ഞോ അത്ര. ഇതിന് നമ്മൾ ഈമാൻ പഠിക്കേണ്ടത് സിദ്ദീഖുൽ അക്ബറിനെയാണ് റളിയല്ലാഹു അൻഹു. ഞാൻ വരുന്നുണ്ട്, എന്തുകൊണ്ട് നമ്മുടെ മക്കൾക്കും പേരക്കുട്ടികൾക്കും അടുത്ത തലമുറക്കും ഈമാൻ ഇല്ലാതാകുന്നു എന്നതിൻ്റെ ഉത്തരം മുത്തുനബി കൽബ് കയറിയിട്ടില്ല എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പോലത്തെ ഒരു മനുഷ്യനാണെന്ന് തോന്നിയതാണ് പ്രശ്നമായത്. സിദ്ദീഖുൽ അക്ബറിന് അങ്ങനെ തോന്നിയിട്ടില്ല, ഉമർ ഖത്താബിന് തോന്നിയിട്ടില്ല, ഉസ്മാൻ ബിൻ അഫ്ഫാന് തോന്നിയിട്ടില്ല, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഓല് വലിയ ആൾക്കാരായി. അവസാനം ഉമ്മാന്റെ തോളിൽ പിടിച്ച് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദാറുൽ അർഖമിലേക്ക് പോയി. നബി തങ്ങളെ കണ്ട് മുലാഖാത്ത് നടത്തി ആലിംഗനം ചെയ്തതിന് ശേഷമാണത്രേ മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിച്ചത് എന്നതാണ് താരീഖ്. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെ പഠിച്ചാൽ എന്താ ഈമാൻ എന്ന് കിട്ടും. ഈ ഉമ്മത്തിലെ ഏറ്റവും ഈമാനുള്ള മനുഷ്യൻ എന്നറിയപ്പെടുന്നത് മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ഏറ്റവും അടുത്ത് നിൽക്കുന്നതിനനുസരിച്ച് താല്പര്യം കൂടുമെന്നതാണ് മുഹമ്മദ് നബിയുടെ പ്രത്യേകത. ബാക്കി ഏത് മനുഷ്യനോടും അടുക്കുന്നതിനനുസരിച്ച് അകലം കൂടും. നല്ല ചങ്ങായിമാരായിരുന്നു, ഓല് തമ്മിൽ യോജിച്ചിങ്ങാണ്ട് ഒരു കച്ചവടം തുടങ്ങിയാൽ 6 ദിവസം കഴിയുമ്പോഴത്തിന് തെറ്റും. ഏത് മനുഷ്യൻ, 2 മനുഷ്യന്മാർ തമ്മിൽ കൂടിയാലും യാത്ര ചെയ്താലും എന്ത് ചെയ്താലും വല്ലാതെ അടുത്താൽ തമ്മിൽ തെറ്റാ ചെയ്യുക. നബിനോട് അടുക്കുന്നതിനനുസരിച്ച് താല്പര്യം കൂടുക ചെയ്യുക സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കം ഫതഹ് ഉണ്ടായി, ഇസ്ലാമിന് മക്കം ഫതഹായി. നബിയും സഹാബത്തും മക്കയിൽ വന്നു, കഅബ കഴുകി വൃത്തിയാക്കി. നബി തങ്ങൾ കഅബയുടെ ഉള്ളിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് ഇങ്ങനെ വിശ്രമിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിനോട് ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലേ, ഞാൻ എൻ്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്ന് പോയി നോക്കട്ടെ ചോദിച്ചു. അത് പോയി ചോദിക്കുക, കുഴപ്പമില്ല. അങ്ങനെ വാപ്പാനെ തെരഞ്ഞുപോയി. വാപ്പാനെ തെരഞ്ഞുപോയി വീട്ടിൻ്റെ അവിടെ എത്തി നോക്കുമ്പോൾ തെരഞ്ഞു പിടിച്ച് ചോദിച്ചറിഞ്ഞൊക്കെ എത്തിയപ്പോൾ വാപ്പ സുഖമില്ലാതെ നടക്കുകയാണ്. പ്രായം ഒരുപാടായിട്ടുണ്ട്, കണ്ണ് കാണൂല, എഴുന്നേറ്റ് നടക്കാൻ വയ്യ. മോൻ വന്നു എന്നറിഞ്ഞപ്പോൾ, സിദ്ദീഖുൽ അക്ബർ വന്നു എന്നറിഞ്ഞപ്പോൾ വാപ്പ പറഞ്ഞു, തരാം മോനെ, എനിക്കും എൻ്റെ ദീനായ ഇസ്ലാം ദീനിലേക്ക് വരണമെന്നുണ്ട്. അതിന് എഴുന്നേൽക്കാൻ വയ്യ, നടക്കാൻ വയ്യ, കണ്ണും കാണാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വാപ്പാനെ തോളിലിട്ടിട്ട് എടുത്തിട്ട് നബി തങ്ങളുടെ അടുക്കൽ കൊണ്ടുവന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്തഫ നബി തങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇരുത്തിയിട്ട് പറഞ്ഞു, പുന്നാര നബിയെ, എൻ്റെ വാപ്പാക്ക് മുസ്ലിമാണെന്നുണ്ട് ഇത്രേ, നിങ്ങളൊന്ന് കലിമ ചൊല്ലിക്കൊടുക്കി എന്ന് പറഞ്ഞു. നബി തങ്ങൾ ചൊല്ലിക്കൊടുത്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. വാപ്പ തൻ്റെ ഏറ്റിയല്ലേക്കിന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. നബി തങ്ങൾ ചോദിച്ചു, എന്താ പോക്കരെ നിങ്ങൾ കരയണതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ വാപ്പ അബൂ ഖുഹാഫ മുസ്ലിമായ സ്ഥാനത്ത് നിങ്ങളുടെ എളാപ്പ അബൂ ത്വാലിബാണ് മുസ്ലിമായിരുന്നതെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആലോചിച്ചതാണ്. കരയാണ്ടായ കാരണം. നബി തങ്ങൾ ചോദിച്ചു, അബൂബക്കറെ, നിന്റെ വാപ്പ മുസ്ലിമാകുന്നതിനേക്കാൾ എൻ്റെ എളാപ്പ മുസ്ലിമാകുന്നത് നിനക്ക് ഇഷ്ടമാകാൻ കാരണമെന്തേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നബിയെ, അതല്ലേ ഇങ്ങക്ക് നല്ലോണം ഇഷ്ടമുണ്ടാകുക എന്ന് ചോദിച്ചു. അതങ്ങനെ തന്നെ ഇക്കാരം എന്ന് പറഞ്ഞാൽ പറഞ്ഞു, എന്നാൽ അതന്നെയാണ് എനിക്കും നല്ലോണം ഇഷ്ടം എന്ന് പറഞ്ഞതാണ് സിദ്ദീഖുൽ അക്ബറിൻ്റെ ഈമാൻ എന്ന് പറയുന്ന സാധനം. മുഹമ്മദ് നബിയോടുള്ള താല്പര്യമാണ് ഈമാൻ്റെ അടിസ്ഥാനം. സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹ്ബിഹി വസല്ലം. ഈമാനുള്ള ആൾക്കാരൊക്കെ പരിശോധിച്ച് നോക്കാണ്, ഇതാണ് കാണാൻ പറ്റുക.